പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം മന്ത്രം 61 മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: വെളിവിഷയം വിലസുന്നു വേറുവേറായി അളവിടും ഇന്ദ്രിയമാർന്നു തന്റെ ധർമ്മം ജളതയതിങ്ങു ദിഗംബരാദി നാമാവലിയൊടു ഉയർന്നറിവായി മാറിടുന്നു. വെളിവിഷയം വിലസുന്നു വേറുവേറായി അളവിടും ഇന്ദ്രിയമാർന്നു തന്റെ ധർമ്മം ജളതയതിങ്ങു ദിഗംബരാദി നാമാവലിയോട് ഉയർന്നറിവായി മാറിടുന്നു. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. വെളിവിഷയം, പുറലോകത്തുള്ള വിഷയങ്ങൾ വേറുവേറായി വെവ്വേറെയായി വിലസുന്നു, എണ്ണമറ്റ പ്രതീതികൾ ഉണ്ടാക്കുന്നു. ഇന്ദ്രിയങ്ങൾ തന്റെ ധർമ്മം ആർന്ന് അതാതിന്റെ ധർമ്മത്തെ അവലംബിച്ചുകൊണ്ട് അളവിടും ഇന്ദ്രിയ വിഷയങ്ങളെ അളന്നറിയുന്നു. ജളത അത്, ഇന്ദ്രിയങ്ങൾ വെവ്വേറെയായി അളന്നറിയുന്നത് അജ്ഞാനം നിമിത്തമാണ്. ഇവിടെ ദിഗംബരാദി, ദിക്ക്, ആകാശം മുതലായവ നാമാവലിയോട് നിരവധിയായ നാമസഞ്ചയത്തോടൊപ്പം ഉയർന്ന് അറിവായി മാറിടുന്നു, കേവലമായ അറിവിനെ പ്രാപിക്കുന്നു. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. പുറം ലോകത്തുള്ള വിഷയങ്ങൾ വെവ്വേറെയായി എണ്ണമറ്റ പ്രതീതികൾ ഉണ്ടാക്കുന്നു. ഇന്ദ്രിയങ്ങൾ അതാതിന്റെ ധർമ്മത്തെ അവലംബിച്ചുകൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളെ അളന്നറിയുന്നു. ഇന്ദ്രിയങ്ങൾ വെവ്വേറെയായി അളന്നറിയുന്നത് അജ്ഞാനം നിമിത്തമാണ്. ഇവിടെ ദിക്ക്, ആകാശം മുതലായവ നിരവധിയായി നാമസഞ്ചയത്തോടൊപ്പം ഉയർന്ന് കേവലമായ അറിവിനെ പ്രാപിക്കുന്നു. ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് ഒന്ന് കടക്കാം. നമുക്കറിയാം, വെളി എന്നാൽ അതിൻ്റെ അർത്ഥം ആകാശമാണ് എന്ന്, അല്ലേ? വെളി എന്നാൽ ആകാശമാണ്. ഏതൊരു വസ്തുവിനും സ്ഥിതി ചെയ്യണമെങ്കിൽ എന്തു വേണം? ഇടം വേണം. എല്ലാ വസ്തുക്കളും ആകാശത്തിലാണ് ഇരിക്കുന്നത്. ആകാശത്തിൽ വസ്തു ഇരിക്കുക മാത്രമല്ല, പിന്നെയോ വസ്തുവിൽ ആകാശം ഇരിക്കുന്നുമുണ്ട്. ആകാശത്തിൽ കുടം ഇരിക്കുന്നത് പോലെ തന്നെ കുടത്തിൽ ആകാശവും ഇരിക്കുന്നുണ്ട്. ഈ ആകാശത്തിലാണ് എണ്ണമറ്റ വിഷയങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു വിഷയം വേറൊരു വിഷയത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നുണ്ട്. ആ വേറ്റുമ വരുന്നത് ഇന്ദ്രിയങ്ങളുടെ ധർമ്മവ്യതിരിക്തത കൊണ്ടാണ്. കണ്ണിന് രൂപത്തെ കാണാൻ കഴിയുന്നു, അല്ലേ? കണ്ണിന് രൂപത്തെ കാണാൻ കഴിയും. രൂപമാണ് ഇവിടെ കണ്ണിന്റെ ധർമ്മ വിഷയമായിരിക്കുന്നത്. കണ്ണിന് കാണുവാനുള്ള കഴിവേ ഉള്ളൂ, കേൾക്കുവാനുള്ള കഴിവില്ല. കേൾക്കുവാനുള്ള കഴിവ് ആർക്കാണുള്ളത്? അത് കാതിനാണ്. കാതിന്റെ ധർമ്മമാണ് കേൾക്കുക എന്നത്. അപ്പോൾ കാതിന്റെ വിഷയമായി വരുന്നത് എന്താണ്? ശബ്ദമാണ്. ഇങ്ങനെ ഓരോ ഇന്ദ്രിയത്തിനും അതാതിന്റെ ധർമ്മവും ആ ധർമ്മത്തിനിണങ്ങുന്ന വിഷയവും പുറലോകത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അളവില്ലാത്ത വൈവിധ്യത്തോടുകൂടി ലോകത്തിൽ രൂപങ്ങൾ ഉള്ളതുപോലെ സ്പർശങ്ങളും ശബ്ദങ്ങളും ഗന്ധങ്ങളും രസങ്ങളും അനേകമായി ഉണ്ട്. ഇന്ദ്രിയങ്ങൾ ഇവയെ അറിയുന്നത് അളന്നാണ്. എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളും അളക്കാൻ കഴിയും. ആധുനിക ശാസ്ത്രം ഈ ലോകത്തെ അളന്നു മനസ്സിലാക്കുവാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് വികസിതമായിരിക്കുന്നത്. തൃപ്പാദങ്ങൾ ഖണ്ഡിതമായി പറയുന്നു, ഇതൊക്കെ ജളതയാണ്. ജളത എന്നാൽ ഈ നാനത്വത്തിൻ്റെതായ ലോകത്തിൽ നാം ശാശ്വത മൂല്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നതാണ്. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റമില്ലാത്തതായി ഈ പ്രാപഞ്ചികതയിൽ ഒന്നും തന്നെയില്ല. എന്നാൽ ഈ മാറ്റത്തെ അറിവിലേക്ക് ആനയിക്കുവാൻ നമുക്ക് കഴിയും. ഒരു വിഷയത്തിൽ നിന്നും വേറൊരു വിഷയത്തിലേക്ക്
പ്രിയത്തെ പറിച്ചു നടുന്നത് പോലെയല്ല വിഷയത്തിൽ നിന്നും പ്രിയത്തെ അടർത്തിയെടുത്ത് ആത്മാവിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. ആകാശം, ദിക്ക് തുടങ്ങിയ പഞ്ചഭൗതികമായ ഈ പ്രപഞ്ചം മുഴുവൻ നാമസഞ്ചയങ്ങളാണ്. എല്ലാ നാമങ്ങളും അനാമികമായ അറിവിൽ ഉപസംഹരിക്കണം. അറിവ് മാത്രമേ ഉള്ളൂ. അത് അറിയുമ്പോൾ ജഡത പോകും. നമ്മിലെ ജഡത പോകണമെങ്കിൽ എന്തറിയണം? എല്ലാ നാമങ്ങളും എല്ലാം എന്താണ്? അറിവ് മാത്രമാണ്. ആ അറിവ് തന്നെയാണ് ഞാൻ. ഇതറിയുമ്പോൾ ആനന്ദം അലതല്ലും. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, 61-ാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനമാണ് നമ്മളിവിടെ നടത്തിയത്. ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം.